തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കേരളം കണ്ടു ശീലിച്ചത് LDFിന്റെ മുന്നേറ്റമാണ്. പക്ഷേ ഇത്തവണ ചരിത്രം ഇടതുപക്ഷത്തിനൊപ്പം നിന്നില്ല. ശക്തമായി തിരിച്ചു വന്നിരിക്കുന്നു UDF. ഇടത് കോട്ടകൾ പോലും UDFിന്റെ ശക്തി തിരിച്ചറിഞ്ഞു. 2010 UDFിന്റെ നേട്ടവുമായി ഇത്തവണത്തെ മുന്നേറ്റം താരതമ്യം ചെയ്യപ്പെടുകയാണ്. പാർട്ടി നൽകുന്ന വിശദീകരണവും അതാണ്. നമുക്ക് നോക്കാം 2010 ഇത്തവണത്തെയും കണക്കുകൾ. കോർപ്പറേഷനുകളുടെ കണക്കുകളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. 2010 LDF നേടിയത് 3 കോർപ്പറേഷനുകൾ. 2025 ആകുമ്പോഴേക്കും LDF 2010 നേടിയ 3 കോർപ്പറേഷനുകളിൽ 2 നഷ്ടപ്പെട്ട് 1 കോർപ്പറേഷൻ മാത്രമായി ചുരുങ്ങുന്നു. അതും കോഴിക്കോട് കഷ്ടിച്ച് കടന്നുകൂടുന്നു. UDFിന് 2010 2 കോർപ്പറേഷനുകൾ ലഭിച്ചു. ഇപ്പോൾ UDFിന് 2010 വീഴ്ച ഇരട്ടി കോർപ്പറേഷനുകളാണ് 4. NDA 2010 ഒരു ഘടകമേ ആയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ NDA 1 കോർപ്പറേഷൻ കൂടി നേടുന്നു. ഇതാണ് കോർപ്പറേഷനുകളുടെ കണക്ക് നമ്മളോട് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത ടാലിയിലേക്ക് പോകാം. നഗരസഭയിൽ മുനിസിപ്പാലിറ്റിയുടെ കാര്യത്തിൽ നോക്കൂ. 2010 അന്ന് 57 നഗരസഭകൾ, 57 നഗരസഭകളിൽ 40 ഇടങ്ങളിലും UDF ആയിരുന്നു. 2025 സമാനമായ വിജയമായിരുന്നു 2010. അന്ന് 57 മുനിസിപ്പാലിറ്റിയിൽ 40 UDF. എന്നാൽ ഇക്കുറി 86 നഗരസഭകളുള്ളതിൽ മട്ടന്നൂർ നഗരസഭ ഇത്തവണ പോൾ ചെയ്തില്ല. UDF 54 ഇടങ്ങളിലെ ആണ് വിജയിച്ചത്. അതായത് 2010 അതേ വിജയം ആവർത്തിക്കുന്നുണ്ട് 2025 മുനിസിപ്പാലിറ്റിയിൽ എന്നുള്ളതാണ്. LDF 17 ഇടത്തായിരുന്നു അന്ന് മുനിസിപ്പാലിറ്റി ലീഡ് ചെയ്തിരുന്നത്. ഇക്കുറി LDF നഗരസഭയിൽ 28 ഇടങ്ങളിൽ ലീഡ് ചെയ്യുന്നു. NDA ആണെങ്കിൽ അന്ന് 2010 നിർണായക ശക്തിയായിരുന്നില്ല നഗരസഭകളിൽ. ഇക്കുറി 2 ഇടങ്ങളിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. അത് തൃപ്പൂണിത്തുറയിലും പാലക്കാടുമാണ് നഗരസഭയുടെ കാര്യത്തിൽ. ഇനി നമ്മൾ അടുത്ത കണക്കിലേക്ക് എത്തിയാൽ, ജില്ലാ പഞ്ചായത്തിലേക്ക് എത്തിയാൽ 2010 നോക്കൂ, 8 ഇടങ്ങളിലാണ് UDFിന് മുൻതൂക്കമുണ്ടായിരുന്നത്. എന്നാൽ 2025 ആകുമ്പോഴേക്കും UDFിന് അത് 7 ഇടങ്ങളിൽ മാത്രമാണ്. ഇതാണ് 2010 അതായത് അടുത്ത കാലത്ത് UDF നേടിയ ഏറ്റവും വലിയ വിജയം 2010 ആ 2010 വിജയം, ജില്ലാ പഞ്ചായത്തിലെ വിജയം പക്ഷേ 2025 ആവർത്തിക്കാൻ സാധിച്ചിട്ടില്ല. 2010 8 ഇടങ്ങളിൽ UDF, 7 ഇടങ്ങളിലായിരുന്നു UDF, 7 ഇടങ്ങളിലായിരുന്നു LDF. ഇതാണ് CPM നൽകുന്ന വിശദീകരണം. ഒരു വലിയ പൊളിറ്റിക്കൽ ഫെയിലിയർ ആണോ എന്ന ചോദ്യത്തിന് 2010 അത്ര വലിയ പരാജയമല്ല എന്നുള്ളതാണ്. അന്ന് 6 ഇടങ്ങളിലാണ് LDF ജില്ലാ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ 2025 തിരിച്ചടി നേരിടുമ്പോഴും 7 ഇടങ്ങളിൽ LDF ഉണ്ട് എന്നുള്ളതാണ് CPM കേന്ദ്രങ്ങൾ നൽകുന്ന ഒരു വിശദീകരണം. ഇതാണ് CPMന്റെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള വിശദീകരണം. 2010 അപേക്ഷിച്ച് 2025 ഏറ്റവും വലിയ പരാജയം നേരിട്ടിട്ടില്ല എന്നുള്ളതാണ്. അത് 2010 എന്നതാണ്. ഇനി ബ്ലോക്ക് പഞ്ചായത്തിലെ കാര്യം നോക്കിയാൽ LDFിന് 60 സീറ്റുകളാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ അന്ന് കിട്ടിയത്. ഇക്കുറി 64 സീറ്റുകൾ കിട്ടിയിട്ടുണ്ട്. UDFിന് 2010 92 ബ്ലോക്ക് പഞ്ചായത്തുകൾ കിട്ടിയെങ്കിൽ ഇക്കുറി അത് 78 പഞ്ചായത്തുകൾ മാത്രമാണ്. ഈ 2010 താരതമ്യം ചെയ്യുന്നത് തൊട്ടടുത്ത വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകളുടെ മാത്രം ഭൂരിപക്ഷത്തിലാണ് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരുന്നത്. അപ്പോൾ 2010 അത്രയും വലിയ വിജയം നേടിയ UDFിന് 2025 ആ വിജയം ആവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കണക്കനുസരിച്ചും 2010 വിജയത്തിന് തുല്യമായ വിജയം 2025 ആവർത്തിക്കാൻ UDFിന് സാധിച്ചിട്ടില്ല എന്നതാണ് കണക്കുകൾ നമ്മളോട് പറയുന്നത്. ഇനി ഗ്രാമപഞ്ചായത്തിന്റെ കണക്കുകൾ നോക്കൂ. അന്ന് 978 ഗ്രാമപഞ്ചായത്തുകളാണ് ഉണ്ടായിരുന്നത്. ബാക്കി ഇപ്പോൾ പിന്നീട് മുനിസിപ്പാലിറ്റികൾ കൂടുതൽ വന്നപ്പോൾ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം കുറയുകയും ഗ്രാമപഞ്ചായത്തുകൾ 941 മാറുകയും ചെയ്തു. UDF 559 ഇടങ്ങളിലാണ് 2010 വിജയിച്ചതെങ്കിൽ ഇക്കുറി അത് 505 ഇടങ്ങളിൽ മാത്രമാണ്. അതായത് 2010 തദ്ദേശ സ്ഥാപനങ്ങളെ മുഴുവൻ കടമുഴക്കി എറിഞ്ഞ് UDF തരംഗം ഉണ്ടായപ്പോൾ UDF നേടിയ 559 ഗ്രാമപഞ്ചായത്തുകൾ ഇക്കുറി അവരുടെ കയ്യിലില്ല. പകരം 505 ഇടങ്ങളിലാണ് UDFിന് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. LDF അന്ന് നേടിയ ഗ്രാമപഞ്ചായത്തുകളുടെ ടാലി ഇന്നും നിലനിർത്തുന്നു 341. 2010 കണക്കനുസരിച്ച് 341 ഗ്രാമപഞ്ചായത്തുകൾ LDFിന്, 2025 ഇപ്പോൾ ഈ നിമിഷം വരുന്ന കണക്കനുസരിച്ച് 341. NDA അന്ന് 2 ഗ്രാമപഞ്ചായത്തിലാണ് മുന്നിലെത്തിയിരുന്നതെങ്കിൽ ഇക്കുറി അത് 26 ഗ്രാമപഞ്ചായത്തിലേക്ക് NDA തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് 2010 2025 തമ്മിലുള്ള താരതമ്യം. ഈ കണക്കനുസരിച്ച് 2010 വിജയം UDFിന് 2025 ആവർത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് ജില്ലാ പഞ്ചായത്തിന്റെ കാര്യത്തിൽ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ കാര്യത്തിൽ, ഗ്രാമപഞ്ചായത്തിന്റെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ അതിനുശേഷം വന്ന ഉമ്മൻചാണ്ടി സർക്കാരിന് 2 സീറ്റുകളുടെ മാത്രമേ ഭൂരിപക്ഷം അക്കുറി ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഇക്കുറി നിയമസഭയിലും സമാനമായ ട്രെൻഡ് ആവർത്തിച്ചാൽ പോലും UDFിനും LDFിനും കനത്ത പോരാട്ടമായിരിക്കും നിയമസഭയിൽ നടത്തേണ്ടി വരിക എന്നുള്ളതാണ് പറയുന്നത്. ആ അർത്ഥത്തിൽ
നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയാണോ എന്ന ചോദ്യത്തിന് 2010 താരതമ്യമാണ് CPM മുന്നോട്ട് വയ്ക്കുന്നത്. CPMന്റെ അടിത്തറ തകർന്നിട്ടില്ല എന്നാണ് CPM 2010 കണക്കുകൾ സൂചിപ്പിച്ചുകൊണ്ട് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്.